ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ ഏറ്റവും വലിയ ഫിസിയോഗ്രഫിക് ഡിവിഷൻസ് എന്ന് പറയുകയാണെങ്കിൽ പെൻസിലാർ പ്ലേറ്റോ ആണ്. അതായത് ഇന്ത്യയുടെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 37% കവർ ചെയ്തിരിക്കുന്ന ഈ പെൻസിലാർ പ്ലേറ്റോ റീജിയൻ ആണ്. അതോടൊപ്പം തന്നെ ഇത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോമും കൂടെയാണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് ലാൻഡ് ഫോംസ് ആണ്. അതായത് ആദ്യം രൂപം കൊണ്ടൊരു ഭൂപ്രദേശമാണ്. ഇപ്പൊ നമ്മൾ ആരവല്ലി, വെസ്റ്റേൺ ഗാട്സ് ഒക്കെ ഉൾപ്പെടുന്ന ആ പ്രദേശമാണ്. ഇന്ത്യയുടെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫിസിയോഗ്രഫിക് റീജിയൻ എന്ന് പറയുന്നത് തന്നെ ആരവല്ലി റീജിയൻ ആണ്. അത് പെൻസിലാർ പ്ലേറ്റോയുടെ ഭാഗമാണ്. ഈ പെൻസിലാർ പ്ലേറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നിഫിക്കൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇത് സ്റ്റോർ ഹൗസ് ഓഫ് മിനറൽസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ മെറ്റാലിക് മിനറൽ ആണെങ്കിലും നോൺ മെറ്റാലിക് മിനറൽസ് ആണെങ്കിലും അതോടൊപ്പം തന്നെ മിനറൽ ഫ്യൂൾസ്, അതോടൊപ്പം തന്നെ അറ്റോമിക് മിനറൽസിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ വൈഡ് ആയിട്ട് ഈ പെൻസിലാർ പ്ലേറ്റോ റീജിയനിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അഗ്രികൾച്ചർ അതിന് ഫേവറബിൾ ആയിട്ടുള്ള ബ്ലാക്ക് സോയിൽ. ഇപ്പൊ സെക്കൻഡ് മോസ്റ്റ് ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിലാണ് ഈ ബ്ലാക്ക് സോയിൽ. ഇപ്പൊ ഇന്ത്യയിൽ ബ്ലാക്ക് സോയിൽസിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിട്ട് വന്നിരിക്കുന്ന പ്രദേശം എന്ന് പറയുമ്പോൾ ഈ ഡെക്കാൻ റീജിയൻ ആണ്. ഇപ്പൊ ഡെക്കാൻ പ്ലേറ്റോയൊക്കെ പെൻസിലാർ പ്ലേറ്റോയുടെ ഭാഗമാണ്. അപ്പൊ ഇതിന്റെ സബ് ഡിവിഷൻസ് നമുക്ക് നോക്കാം. പെൻസിലാർ പ്ലേറ്റോയുടെ സബ് ഡിവിഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ഡിവിഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സും ആണ്. വെസ്റ്റേൺ ഗാട്സും ഉൾപ്പെടെ ഒറ്റ ഒന്നാമത്തെ ഡിവിഷനായിട്ട് പെൻസിലാർ പ്ലേറ്റോടെ നമുക്ക് തരംതിരിക്കാം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡിവിഷൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഡെക്കാൻ പ്ലേറ്റോ ആണ്. ഡെക്കാൻ പ്ലേറ്റോ ആണെങ്കിൽ അതിനും സബ് ഡിവിഷൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെക്കാൻ പ്ലേറ്റോയുടെ സബ് ഡിവിഷൻ ആയിട്ടുള്ളത് തെലങ്കാന പ്ലേറ്റോ, മഹാരാഷ്ട്ര പ്ലേറ്റോ, കർണാടക അല്ലെങ്കിൽ മൈസൂർ പ്ലേറ്റോ. ഇതിന്റെ ഡെക്കാൻ പ്ലേറ്റോയുടെ സബ് ഡിവിഷനാണ്. അത് കഴിഞ്ഞാൽ അടുത്ത പ്രദേശം എന്ന് പറയുമ്പോൾ സെൻട്രൽ ഹൈലാൻഡ്സ് ആണ്. അതായത് ഡെക്കാനും നോർത്തേൺ പ്ലെയിൻസിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിൽ വരുന്ന ഹിൽസ്, റേഞ്ചസ്, ബ്ലോക്കുകൾ, വാലീസ് എല്ലാം കൂടെ ഉൾപ്പെടെയാണ് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ വിന്ധ്യ റേഞ്ച് ഉണ്ട്, സത്പുര റേഞ്ച് ഉണ്ട്, ആരവല്ലി റേഞ്ച് ഉണ്ട്, ചോട്ടാ നാഗ്പൂർ റേഞ്ച് ഉണ്ട്, ഗാരോ ഖാസി ജയന്തിയ ഹിൽസ് ഉണ്ട്, മാൾവ റീജിയൻ ഉണ്ട്, ഗീർ റേഞ്ച് ഉണ്ട്, ബുണ്ടേൽഖണ്ഡ്, ബഗേൽഖണ്ഡ് ഒക്കെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെയാണ് സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇവിടെ മിനറൽസിന്റെ ഒക്കെ ഡിപ്പോസിറ്റ് ധാരാളം ഉള്ള പ്രദേശമാണ്. ഇപ്പൊ ആരവല്ലി റേഞ്ചസിലും മിനറൽസിന്റെ ഡിപ്പോസിറ്റ് ധാരാളം ഉണ്ട്. അതോടൊപ്പം തന്നെ മാൾവ, അതോടൊപ്പം തന്നെ വിന്ധ്യയുടെ സൈഡിൽ പിന്നെ ദന്തകാരുണ്യ റീജിയൻ ഉണ്ട്. അതും ഈ പെൻസിലാർ പ്ലേറ്റോയുടെ സെൻട്രൽ ഹൈലാൻഡ്സിന്റെ ഭാഗമായിട്ടാണ് ഛത്തീസ്ഗഡിന്റെ ദന്തകാരുണ്യ റീജിയനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊക്കെ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്ലേസസ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് UPSC സിവിൽ സർവീസ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടെയാണ് ഈ പെൻസിലാർ പ്ലേറ്റോയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ.